നമ്മളുടെ സംസാര വാക്കുകൾ വളരെ ശക്തിയേറിയവയാണ്. ചില വാക്കുകൾ ഒരുപക്ഷെ ചിലതിനെ തകർത്ത് കളയുവാൻ കഴിയും. ചില വാക്കുകൾ അറ്റുപോയ ബന്ധങ്ങളെ ഉറപ്പിക്കുവാൻ പര്യാപ്തമാണ്. അപ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചും ക്രമാനുഗതമായും ദൈവഹിതത്തിനായി നാം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആകണം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 32-ാം വാക്യം, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അതെ, പല സമയങ്ങളിലും ഹൃദയം തകർന്നവരുടെ മുറിവുകൾ കെട്ടുവാൻ നമ്മളുടെ വാക്കുകൾക്ക് പര്യാപ്തമാണ്. അതിന് ശക്തിയുണ്ട്. കൃപയുള്ള വാക്കുകൾ ഒരുവനെ ശക്തീകരിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഇടയായിത്തീരും. കൃപയുള്ള വാക്കുകൾ ഒരുവൻ്റെ ആത്മാവിനെ ഉണർത്തുന്നു, ശക്തി പകരുന്നു, ധൈര്യം പകരുന്നു. ചില അധികാരത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ ജീവനും ചൈതന്യവും നൽകുന്നതാണ്. മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കിടക്കുന്ന ഏലിയാവിനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് തിന്നുക എന്ന വാക്കുകൾ അവനെ ധൈര്യത്തോടെ നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഭക്തന്മാരാകുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം, നിൻ്റെ ഈ ബലത്തോടെ പോക, നീ ധൈര്യത്തോടെ നിൽക്ക എന്നൊക്കെയുള്ള വാക്കുകൾ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ അനേക ദൈവഭക്തന്മാരെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തിയേറിയ ഊറ്റമുള്ള അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നാം സംഗ്രഹിച്ചു വയ്ക്കുകയും ദൈവാത്മാവിൻ്റെ നിറവിൽ നാം സംസാരിക്കുകയും ചെയ്താൽ അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമാകത്തക്കവണ്ണം ഹൃദയത്തിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് ആവശ്യമാണ്. ദുഷ്ടമനുഷ്യർ ലക്ഷ്യത്തോടെ സംസാരിക്കുന്നു, നീതിമാനോ നീതിയുള്ള വാക്കുകൾ സംസാരിക്കുന്നു. മത്തായി 12:34-37 വായിക്കുമ്പോൾ, നിൻ്റെ വാക്കുകൾ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതെ, നമ്മുടെ വാക്കുകളെ പിടിച്ച് സംസാരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുവാൻ നാം അറിഞ്ഞിരിക്കണം. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അതെ, നാം നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ അനേകർക്ക് ശക്തി പകരുവാൻ കാരണമായി തീരും. ആ വാക്കുകൾ അനേകർക്ക് ജീവനും ചൈതന്യവും ഉള്ളതായി തീരത്തക്കവണ്ണം അത് നമ്മെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന പത്രോസിനോടുള്ള ബന്ധത്തിൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ ശക്തിയും ചൈതന്യവും പകരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് അനേകർ തകർന്ന് മരിച്ചാൽ മതിയെന്ന് കരുതി ക്ഷീണിച്ച് പരാജയപ്പെട്ട് ഒരു ശൂന്യതയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവശക്തിയാൽ ദൈവകൃപയുടെ വാക്കുകൾ പറയാൻ തക്കവണ്ണം ആത്മാവിൽ ധൈര്യമുള്ളവരായി നാം തീരേണ്ടുന്നത് ആവശ്യമാണ്. അതെ, ദൈവം ആ അധികാരത്തിൻ്റെ വാക്കുകൾ ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതെന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും ആ അധികാരത്തിൻ്റെ വാക്കുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ശാസിച്ച് അതിനെ അമർച്ച ചെയ്യുവാൻ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളെ ശാസിച്ച് അതിനെ അമർച്ച ചെയ്യുവാൻ ദൈവാത്മാവിൽ ശക്തിയും ബലവുമുള്ളവരായി ദൈവകൃപയിൽ മുൻപോട്ട് പോകാം. കൃപയുടെ വാക്കുകൾ ദൈവനാമത്തിൽ ഉപയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.